അഴിമതി കേസിൽപ്പെട്ട ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. വിനോദ് കുമാറിന്റേത് ദുരൂഹ സന്ദർശനങ്ങളെന്നും ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തടവുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിൽ ആസ്ഥാനകാരി ഡിഐജി MK വിനോദ് കുമാറിനെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതികളും സർക്കാർ പൂഴ്ത്തിവെച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖല ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ ഈ കത്ത് അവഗണിക്കുക മാത്രമല്ല, കത്തെഴുതിയ DIGയെ വിരമിക്കാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ വിനോദ് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. കുത്തഴിഞ്ഞ ജയിൽ ഭരണത്തിന്റെ ഭാഗമായി തടവുകാരിൽ നിന്ന് മാത്രമല്ല, സ്ഥലം മാറ്റത്തിന് ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കൂലി കൈപ്പറ്റുന്ന ഉന്നത സംഘടനയുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വിനോദ് കുമാർ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പിലാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും കർശന നടപടിയെടുത്ത് 2.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് 2020 വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വകുപ്പ് നടത്തിയ വിശദാന്വേഷണത്തിലും വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ചു. എന്നാൽ ഇതുവരെയും പണം തിരിച്ചടച്ചിട്ടില്ല. റിപ്പോർട്ട് നിലനിൽക്കെ DIGയായി സ്ഥാനക്കയറ്റം നേടിയ വിനോദ് കുമാർ തുടർന്ന് ജയിൽ ആസ്ഥാന DIG ആയതോടെ ഫയൽ മരവിപ്പിച്ചു. വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് വിജിലൻസ് കേസിൽ വിനോദ് കുമാർ പ്രതിയാകുന്നത്. വിനോദിനെതിരെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ശേഷം സസ്പെൻഷൻ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.